നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ എവിടെയാ? അമ്മയെ ഗംഗയ്ക്ക് കാണാന്ന് പറഞ്ഞല്ലോ. എനിക്കും എന്റെ അമ്മയെ കാണണം. എന്റെ അടുത്തേക്ക് വാ അമ്മേ, പ്ലീസ് അമ്മേ. മോളെ മാളു, അമ്മയ്ക്ക് എന്റെ പൊന്നു മോളെ വാരിയെടുത്ത് കൊഞ്ചിക്കണമെന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അതിനൊന്നും സാധിക്കുന്നില്ലല്ലോ മോളെ. അമ്മേ, എന്താ അമ്മേ വരാത്തെ? അല്ലെങ്കിൽ പ്രശ്നമാണ്. അധികനാൾ ആ ദുരാത്മാവ് ശ്രേയയുടെ ശരീരത്തിൽ കഴിയില്ല. അത് ശ്രേയയെ തീയിലോ വെള്ളത്തിലോ അപകടം ഉണ്ടാക്കി ജീവനെടുക്കും. അയ്യോ, എന്റെ മോള്, ഞാൻ എങ്ങനെയെങ്കിലും ആ പാവ കണ്ടെത്തിക്കൊണ്ടുവരാം. ആ ഗൗരിയുടെ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയേ പറ്റൂ. അവളാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. എത്ര ഘോരമായി കർമ്മം ചെയ്തിട്ടാണെങ്കിലും അതുടനെ സംഭവിക്കണം. ഞാൻ ഉഗ്രകർമ്മിയും മന്ത്രവാദത്തിൽ അതീവ ഗ്രാഹ്യവുമുള്ള മണികർണികയിലെ മാതയോട് വരാൻ പറയാം. ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോളൂ, പക്ഷേ കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. താഴെ വന്നാൽ പിന്നെ ഗൗരിക്കെന്നല്ല ഒരാത്മാവിനും അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല. നശിപ്പിച്ച് തീർത്തു കളയും, അതുറപ്പാ. ആ മഹേട്ടാ, ആ ഷോപ്പിംഗ് കഴിഞ്ഞു. സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചപ്പോഴേക്കും മാളു സീറ്റിലിരുന്ന് ഉറങ്ങി. അപ്പോഴാ മഹേട്ടന്റെ ഫോൺ വന്നത്. ആ കുഴപ്പമില്ല, ശരി, ഓക്കെ, ഞാൻ വെക്കാം. മഹേട്ട ഒരു മിനിറ്റ്. എടോ, താനല്ലേ ഇന്ന് ലോക്കറ്റുമായിട്ട് ഓഫീസ് വന്നത്? ഏത് ലോക്കറ്റ്? എന്ത് ലോക്കറ്റ്? അതെ, എനിക്ക് നല്ല ഉറപ്പാ. നിങ്ങൾ പോവണ്ടേ? വേറൊരു വഴിയും കാണാത്തതുകൊണ്ടാ ഒന്ന് ഇവിടം വരെ വന്ന് സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു, പക്ഷേ ആ ആത്മാവിനെ മാത്രം തളയ്ക്കാൻ സാധിക്കുന്നില്ല. എല്ലാ തവണയും അതെങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അല്ലെങ്കിൽ ഗംഗ എന്നു പേരുള്ള ഒരുത്തിയുണ്ട്, അവൾ രക്ഷിക്കും. ആരും രക്ഷിക്കാത്ത വിധത്തിൽ അവളെ തളയ്ക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതിൽ നിന്നും സ്തംഭനം നടത്തി ഉച്ചാടനം ചെയ്യാനുള്ള ഉഗ്രമന്ത്രത്തിന്റെ ആ കെട്ടെടുക്കണം. എങ്കിൽ ഉടൻ തന്നെ അതെടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അയാളെ ഇത് വെച്ച് കണ്ടുപിടിക്കാം. അതിനു മുൻപ് ഗൗരി ചേച്ചിക്ക് എന്താ സംഭവിച്ചെന്നറിയണം. ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി, ഗംഗ വിളിക്കുന്നുണ്ടല്ലോ. അയ്യോ, എനിക്കെന്താ പോകാൻ സാധിക്കാത്തത്? ചേച്ചി എന്താ വരാത്തത്? ഇനി ചേച്ചിക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചോ? ഗൗരി സ്തംഭനത്തിലേക്കായി കഴിഞ്ഞു. ഇനി അവളെ ആവാഹിച്ചു വരുത്തി ആ കുളത്തിന്റെ അടിത്തട്ടിലായി തളച്ച് സ്ഥാപിക്കണം. അതോടെ ആത്മാവ് നരകത്തിന്റെ പടുകുഴിയിലേക്ക് പതിക്കും. ഉഗ്രപൂജ നടത്തി ഗൗരിയുടെ ആത്മാവിനെ അവർ സ്തംഭനാവസ്ഥയിലാക്കിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ചേച്ചിയുടെ ആത്മാവിനെ മോചിപ്പിക്കണം തിരുമേനി. കാവിൽ തളയ്ക്കപ്പെട്ട രീതിയിലാണ് ഗൗരിയുടെ ആത്മാവുള്ളത്. അവിടെ നമുക്ക് ഹോമം നടത്തി ഗൗരിയെ രക്ഷിക്കാൻ ഒരു ശ്രമം നടത്താം. ഞാൻ അവിടേക്ക് ചെന്ന് ചേച്ചിയെ കാണാം. മാളു, ഇവിടെ നിൽക്ക്. ഗംഗ എവിടെ പോവാ? ഞാനും വരാം ഗംഗയുടെ കൂടെ. ഞാൻ എങ്ങും പോകുന്നില്ല മാളു, ഇവിടെ നിൽക്ക് കേട്ടോ. ചേച്ചി, ഗംഗേ, ഞാൻ ബന്ധിക്കപ്പെട്ടു ഗംഗേ. ഇനി എനിക്കൊരു മോചനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല ചേച്ചി, അങ്ങനൊന്നും സംഭവിക്കില്ല. ചേച്ചി വിഷമിക്കാതെ. ഇല്ല ഗംഗേ,
ആ ദുർമന്ത്രവാദിനികളുടെ കയ്യിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവരെന്നെ എന്നേക്കുമായി തളയ്ക്കും. അങ്ങനെ സംഭവിച്ച പിന്നെ എനിക്ക് എന്റെ ആത്മാവിനും ഒരിക്കലും മോക്ഷം കിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതെ ചേച്ചി ഈ ബന്ധനത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. എനിക്കിനി അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കൊലപാതകികൾ ആരാണെന്ന് അറിയാതെ തളയ്ക്കപ്പെടുന്നതാ എന്റെ സങ്കടം. ഇത്രയും നാളും ഞാൻ അലഞ്ഞു നടന്നത് എന്റെ കൊലയാളികൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചേച്ചി എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നരകതുല്യമായ ബന്ധനത്തിൽ നിന്ന് ഞാൻ ചേച്ചിയെ മോചിപ്പിക്കും. മോളെ, ഗംഗയ്ക്ക് എന്താ പറ്റിയത്? ഗംഗ എന്താ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്? എനിക്ക് പേടിയാവുന്നു ഗംഗെ. എല്ലാം ആളോ, മോള് പേടിക്കണ്ട. വാ നമുക്ക് പോവാം. ഗംഗ ആരോട് അവിടെ വെച്ച് സംസാരിച്ചത്? ഞാൻ സംസാരിച്ചില്ലല്ലോ മാളു. ഇല്ല, ഗംഗ സംസാരിച്ചു. അത് ഞാൻ കേട്ടതാ. ഇല്ല മോളെ, മോൾക്ക് തോന്നിയതാ. ഗംഗ എന്നോട് കള്ളം പറയുവാണോ? അപ്പൊ ഗംഗയ്ക്ക് എന്നോട് ഇഷ്ടമല്ലല്ലേ? അതല്ലേ ഗംഗ എന്നോട് നുണ പറയുന്നത്? അങ്ങനെയൊന്നും പറയില്ലേ മോളെ, എനിക്ക് എന്റെ മാളുവിന് ജീവനാ. എങ്കി പറ, ആരോടെ ഗംഗ സംസാരിച്ചത്? അത് ഞാൻ പറ ഗംഗ, എനിക്കറിയണം. അത് മോളെ, ഞാൻ സംസാരിച്ചത് മോളുടെ അമ്മയോടാ. എന്റെ അമ്മയോടോ? എന്റെ അമ്മ ഗംഗയ്ക്ക് കാണാവോ? കാണാം. മോളുടെ അമ്മയുടെ ആത്മാവിനെ കാണാനും സംസാരിക്കാനും എനിക്ക് സാധിക്കും. എനിക്കും എന്റെ അമ്മ കാണണം ഗംഗ. അമ്മേ, മോളെ, അമ്മ എവിടെയാ? അമ്മേ ഗംഗയ്ക്ക് കാണാന്ന് പറഞ്ഞല്ലോ. എനിക്കും എന്റെ അമ്മയെ കാണണം. എന്റെ അടുത്തേക്ക് വാ അമ്മേ, പ്ലീസ് അമ്മേ. അമ്മയ്ക്ക് എന്റെ പൊന്നു മോളെ വാരിയെടുത്ത് കൊഞ്ചിക്കണമെന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അതിനൊന്നും സാധിക്കുന്നില്ലല്ലോ മോളെ. അമ്മേ, എന്താ അമ്മ വരാത്തെ? ഗംഗേ, എന്റെ അമ്മ എവിടെ? ഞാൻ വിളിച്ചിട്ട് എന്താ എന്റെ അമ്മ വരാത്തത്? അമ്മയോട് വരാൻ പറ ഗംഗേ. അമ്മ ഇവിടെ തന്നെ ഉണ്ട് മോളെ. ഗംഗേ, എന്റെ കുഞ്ഞു. അവളുടെ സങ്കടം കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. മാളു കരയാതെ. മാളുവിന്റെ അമ്മയെ ഗംഗ കാണിച്ചു തരാം. ശരിക്കും കാണിച്ചു തരോ? തരും മോളെ. മോൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. എങ്കിൽ മോളിപ്പ എന്റെ കൂടെ വാ, നമുക്ക് അമ്മയെ കാണാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.